ഹലോ മക്കളെ, അപ്പോ ഐസോമറിസത്തിന്റെ പാർട്ട് 2 എഡ്യൂപോർട്ടിന്റെ മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യത്തെ പാർട്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ കമന്റുകളൊക്കെ കാണുന്നുണ്ട്, കൃത്യമായിട്ട് മനസ്സിലായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിനാൽ തന്നെ ചെയിൻ ഐസോമറിസം പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പൊസിഷൻ ഐസോമറിസം നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പൊ പൊസിഷൻ ഐസോമറിസത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിലൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് ഒരു പൊസിഷൻ ഐസോമറിസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ആദ്യം ഇവിടെ കാണിക്കാൻ പോകുന്നത്. നമ്പർ 1, ഒന്നാമതായിട്ട് മക്കളെ സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കണം, അല്ലെ? സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കണം അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കേണ്ടത്. അഥവാ ഒരേ തന്മാത്രാവാക്യമായിരിക്കണം. ഇത് നമ്മൾ ചെയിൻ ഐസോമറിസത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഡയലോഗ് തന്നെയാണ്. രണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്രാവാക്യം സെയിം ആയിരിക്കണം. യെസ്. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോളേ മക്കളെ. രണ്ടാമത്തെ പോയിന്റ് ആണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഡിഫറെന്റ് പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആൻഡ് മൾട്ടിപ്പിൾ ബോണ്ട്. എടാ എന്താണെന്ന് ഞാൻ പറയാം. അതായത് മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടിനെയും ട്രിപ്പിൾ ബോണ്ടിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത്. എടാ അതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് പോയിന്റ്സുകൾ ഇത് മലയാളത്തിൽ നമുക്ക് എഴുതാം. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് അതേപോലെ തന്നെ ബോണ്ടുകൾ എടാ, അതായത് നമ്മളെ ദ്വിബന്ധനം ത്രിബന്ധനം എടാ എന്നിവയുടെ വ്യത്യസ്ത സ്ഥാനം. ഓക്കെ, അപ്പൊ ഈ രണ്ട് പോയിന്റ്സുകളാണ് മക്കൾ പഠിക്കേണ്ടത്. ആദ്യത്തെ പോയിന്റ്സ് ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. സെയിം മോളിക്കുലാർ ഫോർമുല, ഒരേ തന്മാത്രാവാക്യം, ഡിഫറെന്റ് പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആൻഡ് ബോണ്ട്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ്, ബോണ്ടുകൾ എന്നിവയുടെ വ്യത്യസ്തമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പൊസിഷൻ ഐസോമറിസം നമുക്ക് എഴുതിയെടുക്കാം. ചെയിൻ ഐസോമറിസം എങ്ങനെയാണോ പഠിച്ചത് അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ഏത് പഠിക്കാം? ഈ ഒരു പൊസിഷൻ ഐസോമറിസം പഠിക്കാം. യെസ്. അപ്പൊ ഡെഫിനിഷൻ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചെങ്കിൽ നമുക്ക് അതിന്റെ എക്സാമ്പിൾസിലേക്ക് നീങ്ങാം. ഒന്നുകൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. സെയിം മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ ഒരേ തന്മാത്രാവാക്യം. എല്ലാ ഐസോമറിസം എഴുതുമ്പോൾ ആദ്യത്തെ പോയിന്റ് ഏതായിരിക്കും? ഈ ഒരു കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഡിഫറെന്റ് പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇത് ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്ന എക്സാമ്പിൾ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ എക്സാമ്പിൾസ് ആണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ. ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നടയടിയായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്രവാക്യം എഴുതി വെക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്ന് എണ്ണി നോക്കാം. നമുക്ക് 1 2 3 4 കാർബൺ. എത്ര ഹൈഡ്രജൻ ഉണ്ട് മക്കളെ? 3 2 5 5 2 7 7 2 9 9 1 10. റെഡി അല്ലേ? ഒരു O. അല്ല സാറേ, ഈ O എപ്പോഴാണ് എഴുതേണ്ടത് മക്കളെ? കാർബണിന്റെ എണ്ണം ആദ്യം എഴുതുക, ഹൈഡ്രജൻ എണ്ണം രണ്ടാമത് എഴുതുക, അതിനുശേഷം വരുന്നത് O അല്ലെ? അതുകൊണ്ടാണല്ലോ O നമ്മൾ ലാസ്റ്റ് ഇട്ടത്. O ഒന്നേ ഉള്ളൂ, O മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്ത് ഈ രണ്ടിന്റെയും ഒരേ മോളിക്കുലാർ ഫോർമുല അതായിരിക്കണം ആദ്യത്തെ സെയിം മോളിക്കുലാർ ഫോർമുല. ഇത് നമ്മൾ ചെയിൻ ഐസോമറിസം പഠിച്ച സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ഇതേപോലെ തന്നെയാണോ മറ്റുള്ളത്? നോക്കി 1 2 3 4. റെഡി, കാർബൺ 4. ഹൈഡ്രജൻ എത്ര ഉണ്ടെന്ന് നോക്കൂ. 3 2 5 5 3 6 6 3 9 9 1 10 ഒരു O. അപ്പൊ രണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, രണ്ടിന്റെയും തന്മാത്രാവാക്യം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഐസോമർ ആണെന്ന് മനസ്സിലായി അല്ലെ? ഐസോമർ ആവണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐസോമർ ആവണമെങ്കിൽ രണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല തന്മാത്രാവാക്യം സെയിം ആയിരിക്കണം. അപ്പൊ നമുക്ക് ആശ്വാസത്തിന് വകയായി. ഇനി മോളിക്കുലാർ ഫോർമുല സെയിം അല്ലെങ്കിൽ പിന്നെ ആ വൈക്ക് പോണ്ട കേട്ടോ. രണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. ഇനിയാണ് നമ്മൾ ആദ്യത്തേത്, ഡിഫറെന്റ് പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ വ്യത്യസ്ത സ്ഥാനം. മക്കളെ ഇതിൽ ഫങ്ഷൻ ഗ്രൂപ്പ് എവിടെ കാണുന്നത്? അവിടെ നോക്കി, ഇതാണ് നമ്മളെ ഫങ്ഷൻ ഗ്രൂപ്പ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് കാണുന്നത് എത്രാമത്തെ പൊസിഷനിലാണ് മക്കളെ? ഇവിടുന്ന് അങ്ങോട്ട് ഇടുമ്പോൾ 1 2 3 4. നാലാമത്തെ പൊസിഷൻ അല്ല, അടുത്ത് ഇങ്ങോട്ട് ഇടുമ്പോൾ 1 അല്ലെ? ഒന്നാമത്തെ പൊസിഷനിൽ കിടക്കുന്ന OH നിങ്ങൾ നോക്കി, അത് എവിടെ എത്തി? രണ്ടാമത്തെ പൊസിഷനിലേക്ക് മാറി അല്ലെ? അവിടെ നിന്നിരുന്ന ആള് ഇവിടെ എത്തി. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? സ്കെൽട്ടൽ കാർബൺ സിസ്റ്റത്തിന് ഒന്നും സംഭവിച്ചില്ല. ഇതിനെന്തെങ്കിലും സംഭവിച്ചു നോക്കി. 1 2 3 4
1 2 3 4 ഇതങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് അല്ലെ. അതായത് മുഖ്യ ചെയിനിന് ഒരു കേടും വന്നിട്ടില്ല, അതങ്ങനെ തന്നെ ഉണ്ട്. എന്ത് മാത്രമേ വന്നിട്ടുള്ളൂ, എന്ത് മാറ്റമാണ് വന്നത്? ഇവിടെ കിടക്കുന്ന OH ഇവിടേക്കായി എന്ന് പറഞ്ഞാൽ അതിന്റെ പൊസിഷൻ അഥവാ സ്ഥാനം മാറി. ഒന്നാമത്തെ പൊസിഷനിൽ കിടക്കുന്ന OH എല്ലാം കൂടി രണ്ടാമത്തെ പൊസിഷനിലെത്തി. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഡിഫറെന്റ് പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ വ്യത്യസ്ത സ്ഥാനം അല്ലെ. ഒന്നാം ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒന്നാമത്തെ കാർബണിന്റെ മുകളിൽ കിടന്ന സാധനം രണ്ടാമത്തേമിലേക്ക് എത്തിയെങ്കിൽ ഉറപ്പിച്ചോ പൊസിഷൻ മാറി എന്നർത്ഥം, സ്ഥാനം മാറി എന്നർത്ഥം. അങ്ങനെയാണ് ഇതിന് എന്ത് പേര് വന്നത്? പൊസിഷൻ ഐസോമർ എന്ന് പേര് വന്നത്. ക്ലിയർ ആണല്ലോടാ മക്കളെ? ക്ലിയർ ആണല്ലോടാ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മൾട്ടിപ്പിൾ ബോണ്ടുകളാണ്. ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ, ദ്വിബന്ധനോ ത്രിബന്ധനോ വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മക്കളെ നോക്കണം, ഇവിടെ ദ്വിബന്ധനം കണ്ടോ നിങ്ങൾ? ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇതിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണോ നോക്കണം. തന്മാത്രാവാക്യം സെയിം ആണോ എന്ന് പരിശോധിക്കണം. 1 2 3 4 കാർബൺ 4 അല്ലെ. ഹൈഡ്രജൻ എത്ര ഉണ്ട് മക്കളെ? 3 2 5 5 3 6 6 2 8 ഹൈഡ്രജൻ 8 എണ്ണം അല്ലെ. ഇതേ സാധനം തന്നെയാണോ അടിയിലുള്ള? നോക്കി 1 2 3 4 റെഡി. 3 1 4 4 1 5 5 3 8. യെസ്. അപ്പൊ രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല തന്മാത്രാവാക്യം സെയിം ആണ്. ഇനി മക്കളൊന്ന് പരിശോധിച്ച് നോക്കിയേ. ഇവിടെ കിടക്കുന്ന ഈ ഒരു ഡബിൾ ബോണ്ട് അഥവാ ദ്വിബന്ധനം എത്രാമത്തെ പൊസിഷനിലാണ്? 1 2 3 അല്ല അല്ലെ. ഇവിടെ എത്തുമ്പോൾ 3, ആർന്നും കൊണ്ടുവരുമ്പോൾ 1. ഒന്നാമത്തെ പൊസിഷനിൽ കിടക്കുന്ന ദ്വിബന്ധനം എവിടെ എത്തി? രണ്ടാമത്തെ പൊസിഷനിലേക്ക് മാറി അല്ലെ. രണ്ടാമത്തെ പൊസിഷനിലേക്ക് മാറി. ഒന്നാമത്തെ പൊസിഷനിൽ കിടന്ന ഡബിൾ ബോണ്ട് അഥവാ ദ്വിബന്ധനം രണ്ടാമത്തെ പൊസിഷനിലേക്ക് നീങ്ങി. ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഇതിനെന്തെങ്കിലും സംഭവിച്ചോ? സ്കെൽട്ടൽ കാർബൺ എന്തെങ്കിലും സംഭവിച്ചോ? പാരന്റ് ചെയിൻ എന്തെങ്കിലും സംഭവിച്ചോ? മുഖ്യ ചെയിൻ എന്തോ സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. എന്ത് മാത്രമേ സംഭവിച്ചുള്ളൂ? ഇവിടെയുള്ള ദ്വിബന്ധനം എവിടേക്ക് മാറി? വേറൊരു സ്ഥലത്തേക്ക് മാറി. പൊസിഷൻ മാറി, സ്ഥാനം മാറി. അങ്ങനെയാണെങ്കിൽ ഇതും എന്തിനു ഉദാഹരണമാണ്? പൊസിഷൻ ഐസോമറിസത്തിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ പൊസിഷൻ ഐസോമറിസം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ രീതിയിൽ തന്നെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ചെയിൻ ഐസോമറിസവും പൊസിഷൻ ഐസോമറിസവും ഒരുമിച്ച് വേണം മക്കൾ എന്ത് ചെയ്യാൻ? ഒരുമിച്ച് ഒന്നുകൂടി കാണുക. ഓക്കെ മക്കളെ, അപ്പൊ പൊസിഷൻ ഐസോമറിസം വളരെ ഭംഗിയായിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ചെയിൻ ഐസോമറിസം ഒന്നുകൂടി കാണണം. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. ഇത് ഇങ്ങനെ ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്തിടാനുള്ള കാരണം ഓരോന്നിനെ പറ്റിയും വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്, നമ്മുടെ ഒന്നുകിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറുകയോ, ഇവിടെ കിടക്കുന്നത് ഒന്നാമത്തെ പൊസിഷനിലാണ്, അതെടുത്ത് രണ്ടാമത്തെ പൊസിഷനിലേക്ക് വന്നു. ഇനി ദ്വിബന്ധനത്തിനെയോ ത്രിബന്ധനത്തിനെയോ സ്ഥാനം മാറുകയോ, അതായത് ഡബിൾ ബോണ്ടിന്റെയോ ട്രിപ്പിൾ ബോണ്ടിന്റെയോ സ്ഥാനം മാറിക്കഴിഞ്ഞാലും അത് പൊസിഷൻ ഐസോമറിസം തന്നെയാണ്. അപ്പൊ 3 കാരണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ 3 കാരണങ്ങൾ നമുക്ക് പൊസിഷൻ ഐസോമറിസത്തിലേക്ക് കൊണ്ടുവരാം. ഒന്ന് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറിയാലോ, ഡബിൾ ബോണ്ട് അഥവാ ദ്വിബന്ധനത്തിന്റെ സ്ഥാനം മാറിയാലോ, ട്രിപ്പിൾ ബോണ്ട് അഥവാ ത്രിബന്ധനത്തിന്റെ സ്ഥാനം മാറിയാലോ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ? വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ ഓണപരീക്ഷയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് എഴുതേണ്ടതുണ്ട്. നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് എജുപോർട്ട് ഉണ്ടാവും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണാം. ഗുഡ് ബൈ.